ദൈവമേ കൊള്ളാലോ. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു മിററൊക്കെ എടുത്ത് മുഖമൊക്കെ നോക്കിയിട്ട് വീണ്ടും യാത്ര ചെയ്യാം. To meet this person, I'm shocked to see that someone is traveling all the way from Kerala. It's difficult to ride a bike, motor one, and he's traveling on a bicycle. So I really appreciate his efforts. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങാൻ നേരത്ത് പെട്ടെന്ന് ഇരുട്ടായിരുന്നു. ഇരുട്ടായപ്പോഴേക്കും നമ്മളിവിടെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ ഒന്ന് ടെൻ്റ് അടിച്ചാണ്. ഇപ്പോൾ രാവിലത്തെ തന്നെ കാഴ്ച കണ്ടോ. ഇന്നലെ നമ്മൾ ഈ വഴി ഇറങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുട്ടായ കൊണ്ടിട്ട് ഇവിടെ ഒരു സ്ഥലം കണ്ടപ്പോഴേക്കും വന്ന് ചോദിച്ചാണ്. അങ്ങനെയാണ് നമ്മളിവിടെ ടെൻ്റ് അടിച്ചത്. ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് ടെൻ്റ് അടിച്ചത്. കാരണം ടെൻ്റ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ല രസമാണ് അവിടുത്തെ കാഴ്ച കാണാനായിട്ട്. ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ പയ്യെ പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ കുട്ടൂസനെയൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്നലെ നിന്ന് വെച്ചാൽ ഈ ഹോട്ടലിൻ്റെ സൈഡിലായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് വന്നപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലെ ഓണം പോലെയൊക്കെ ഓണം ദീപാവലിയൊക്കെ ആഘോഷിക്കണ പോലെ തന്നെ നേപ്പാളിൽ നിന്നൊരു സ്പെഷ്യൽ പൂജേൻ്റെ ദിവസമാണ്. അപ്പോൾ ഇവിടെ ബൈസാബിൻ്റെ വണ്ടിയൊക്കെ കണ്ട വണ്ടിയൊക്കെ രാവിലെ തന്നെ ഒരു പൂജ ചെയ്ത് അതുപോലെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ പൂജ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് ചന്ദനമൊക്കെ തൊടിയിച്ച് അതുപോലെ തന്നെ ഇവിടെ നിന്ന് സ്വീറ്റ്സൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസം തന്നെയാണ് ഇന്ന്, ഒരു പൂജാ ദിവസമാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ പോണ വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. വളരെ നിശബ്ദമായിട്ട് ഇടയ്ക്കൊക്കെ മാത്രമേ ഈ വഴി ഇപ്പോൾ വണ്ടി തന്നെ ഉള്ളൂ കേട്ടോ. രാവിലെ ആയതുകൊണ്ടാണ് കുറച്ച് നേരം കഴിയാൻ നേരത്ത് കുറേ വണ്ടികൾ വരും. ഇപ്പോൾ കാത്മണ്ഡുവിലേക്ക് പോകാനായിട്ടുള്ള ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുകളായിട്ടുള്ള വണ്ടികളാണ് ഈ വഴി കൂടുതലും പോണത്. നമുക്ക് ആ താഴെ കാണുന്ന മലഞ്ചേരിയിലോട്ടാണ് ഇറങ്ങി പോകാനായിട്ടുള്ളതാണ്. അവിടെ നിന്നാണ് അടുത്ത മല കയറാനായിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല ഭംഗിയുണ്ട് രാവിലെ തന്നെ കാണാനായിട്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നല്ല രസമുണ്ടിട്ട് ഇറങ്ങി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന വഴിയാണ് അപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് വെച്ചാൽ ആ മലേൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഏകദേശം പകുതിയല്ല ഒരു കാൽഭാഗം എത്തിയപ്പോഴേക്കും നമ്മളിവിടെ നിൽക്കാൻ വേണ്ടി സ്ഥലം കണ്ടപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് നിർത്തിയതാണ്. അപ്പോൾ മേളിലേക്ക് കാണാനായിട്ടാണെങ്കിൽ നല്ല രസമുള്ള മരങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ കുട്ടൂസിനെ നിർത്തിയിട്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി സ്ഥലം കിട്ടിയപ്പോൾ നിർത്തിയതാണ്. ഇനി നമ്മൾക്ക് മൊത്തം ഇങ്ങനെ കറങ്ങി ഇറങ്ങി താഴെ എത്താനായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് താഴത്തേക്ക് കാണുന്ന വ്യൂ കണ്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന വഴി കണ്ടോ, വളരെ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ ജപ്പാൻ 2015 ഇവിടെ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് എപ്പോഴും റോഡ് പൊളിയണം കൊണ്ടിട്ട് അവർ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് പണിത് കൊടുത്ത റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല രസമുള്ള സ്ലോപ്പുകളാണ് ഇറങ്ങാനായിട്ടുള്ളത്. അതുപോലെ തന്നെ കാഴ്ചകളാണെങ്കിൽ അതിനേലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ചുറ്റിനും കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ബ്രേക്കൊക്കെ പിടിച്ച് പയ്യാണ് ഇപ്പോൾ കുട്ടൂസനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിറയെ വണ്ടികളാണ് ഈ വഴി വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബസ്സിൻ്റെ പൊക്കത്തിരുന്ന് ആടൊക്കെ പോകണുണ്ടോ.
നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് കണ്ട അടുത്തൊരു നല്ല കാഴ്ച കണ്ട മലഞ്ചെരുവിലെ നെൽപ്പാടങ്ങളാണ് ഈ കാണുന്നത്. തട്ട് തട്ടായിട്ട് താഴെ മുതൽ മേളിലേക്ക് എല്ലാ സൈഡിലേക്കും നല്ല രസത്തിലാണ് കൃഷി ചെയ്തേക്കണത്. അങ്ങനെ നമ്മൾ ആ കാണുന്ന മലേൻ്റെ ഏറ്റവും പൊക്കത്തായിരുന്നു ഇന്നലെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഓരോ താഴ്വരകൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു താഴെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഒരു വലിയ റിവർ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ ഈ റിവറിൻ്റെ പേരെന്ന് പറഞ്ഞാൽ സൺകോഷി റിവറാണ് നമ്മളീ കാണുന്നത്. അപ്പോൾ സിന്ധുവിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ റിവർ നമുക്ക് ഇത്ര വലുതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോണ വഴി എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ സൈഡിൽ കൂടിയുള്ള വഴികളാണ്. നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാനുള്ള. അത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത കയറ്റങ്ങളൊക്കെ വരും. അപ്പോൾ ഈ റിവറിൽ നിന്നുള്ള വെള്ളമൊക്കെയാണ് ബീഹാറിൻ്റെ സൈഡിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ വരുന്ന വഴിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ, കോശി ബാരേജ് എന്ന് പറഞ്ഞിട്ട് കോശി റിവർ ഒഴുകി വരുന്നത്. അത് ഇവിടെ നിന്നാണ് ഒഴുകി പോകുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ താഴെ കണ്ട സൺകോശി റിവറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും രണ്ട് ഭാഗത്തൂടിയാണ് ഒഴുകി വന്നത്. ഒരു ഭാഗം അപ്പുറത്തൂടി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തൂടി വന്നിട്ട് നടുക്കൊരു മല മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മലയിൽ ഫുള്ള് റോഡ് പണി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗം അവിടെ നിന്നാണ് ഒഴുകി വന്നത്. എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് രണ്ടായിട്ട് തിരിഞ്ഞിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കയറ്റം തുടങ്ങിയിട്ടുണ്ട്. കുട്ടൂസനായിട്ട് ഉന്തി കയറിക്കൊണ്ടിരിക്കണേണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കയറി പോകാനായിട്ടുള്ളത് നമുക്ക്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ താഴത്തെ റോട്ടിൽ കൂടി പോയിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പൊക്കത്തേക്ക് ഒരു ചെറിയ ഓഫ് റോഡ് വഴി കണ്ടപ്പോൾ കയറിയതാണ്. അതായത് ആ താഴെ കാണുന്ന വഴിയുണ്ട്, അവിടെ നിന്നുള്ള ഓഫ് റോഡ് ഇങ്ങനെ കയറി കുട്ടൂസിനെ ഉന്തിയിട്ട് ആദ്യം കുട്ടൂസിനെ താഴെ വെച്ചിട്ട് കയറി വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പൊക്കത്തേക്ക് കയറാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ പൊക്കത്ത് കയറി വന്നിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും സ്ഥലം അടിപൊളിയാണ്. അതുപോലെ തന്നെ വ്യൂവും കാണാനായിട്ട് നല്ല രസമുണ്ട്. നമ്മൾ റോട്ടിൽ നിന്നൊക്കെ നല്ലോണം മാറിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലെന്ന് പറഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റ് ആണ്, ഫോറസ്റ്റ് ഏരിയ ആണ് മൊത്തത്തിൽ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴേക്കും ഫോറസ്റ്റ് ആണെന്നാണ് പറഞ്ഞാൽ. വലിയ മൃഗങ്ങളൊന്നും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നിന്നോളാൻ വേണ്ടി പറഞ്ഞായിരുന്നു. വേറെ ആൾക്കാരൊന്നും വരില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ടെൻ്റ് അടിച്ചേക്കണ അവിടെ നിന്ന് ബാക്കിലേക്ക് വരാൻ നേരത്ത് കാണുന്ന കാഴ്ച ഉണ്ടോ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ക്യാമ്പ് ചെയ്ത് അവിടെ തന്നെ കുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലൈറ്റായിട്ട് ഒരു നമ്മുടെ കയ്യിൽ കുറച്ച് നൂഡിൽസ് ജാക്കറ്റൊക്കെ കുറച്ച് ദിവസമായിട്ട് കയ്യിലുണ്ട്, കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ സമയം ഇപ്പോൾ 6 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നൂഡിൽസ് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് ഇപ്പോൾ രാത്രി നോക്കണം, താഴെ പോയിട്ട് താഴെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് മുട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ ഇന്ന് ഈ അടപ്പിൽ തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് രാത്രി നല്ല ശാന്തോടുകൂടി തന്നെ. ഇവിടെ ആരും വരാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഫ്രീഡം ഉണ്ട്. ഓ അത് നോക്കാം, ചൂടുണ്ടല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലമാണ് കാണുന്നത്. നമ്മൾ ഇന്നലെ ഇവിടെ കുക്കെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യണം, പ്ലാസ്റ്റിക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് പോവാനായിട്ട്. അത് നമ്മൾ നിന്നേച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് പോയിക്കൊണ്ടിരിക്കണ റോഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ സൈഡിൽ കൂടി പോണ ഈ റിവർ എന്ന് പറഞ്ഞാൽ
സൺകോഷി റിവർ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല വെയിലുണ്ട്. അപ്പോൾ വെയിൽ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കടകളിലൊക്കെ വന്നിട്ട് ചെറിയ ഷെഡൊക്കെ കാണുമ്പോൾ കയറിക്കാൻ നേരത്ത് കാറ്റടിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റാണ്. പക്ഷെ വെയിലാണെങ്കിൽ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള വഴിയാണ് ആ കാണുന്നത്. ആ വഴി ഇറങ്ങി വേണം പോകാനായിട്ട്. ഇറങ്ങിയിട്ട് വീണ്ടും ഇനി അങ്ങോട്ടേക്കുള്ള ഇതേപോലെയുള്ള മലകളാണ്. കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ നിർത്തിയതാണ്. അതായത് മലകളുടെ ഇടയിലൂടെ സൺകോഷി റിവറാണ് ആ ഒഴുകി വരുന്നത്. കയറി വരാൻ നേരത്ത് വളവിൻ്റെ അവിടെ ഒരു കാഴ്ച കണ്ടപ്പോഴേക്കും ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ എന്താണെന്ന് അറിയാൻ പാടില്ല. നിറയെ മിററുകൾ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഈ മതലിൽ തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദൂരെ നോക്കുമ്പോൾ വണ്ടികളൊക്കെ പോകാൻ നേരത്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. റിഫ്ലക്റ്റ് ഒക്കെ അടിച്ചിട്ട് കണ്ട. ഇത് കൊള്ളാമല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഒരു മിററൊക്കെ എടുത്ത് മുഖമൊക്കെ നോക്കിയിട്ട് വീണ്ടും യാത്ര ചെയ്യാം. അപ്പോൾ ഇതെന്തെങ്കിലും വിശ്വാസത്തിൻ്റെ ആയിരിക്കുള്ളൂ. ഈ വളവിന്ന് അങ്ങോട്ട് മൊത്തം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് വളഞ്ഞ് കഴിഞ്ഞ് വരാൻ നേരത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ദൈവമേ. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ വിശ്വാസത്തിൽ ആൾക്കാർ കണ്ണാടികൾ ഇങ്ങനെ തൂക്കിയിട്ട് വന്നേക്കണേ. അപ്പോൾ അവിടുത്തെ ആ വാളിൽ മൊത്തത്തിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് ചെറുതായിട്ട് കണ്ടു തുടങ്ങിയപ്പോഴേക്കും നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അതിശയം പോലെ തോന്നിയതായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴേക്കാണ് ഇങ്ങോട്ട് നോക്കിയേ. അങ്ങനെ ഈ അമ്പലത്തിൻ്റെ ആയിരുന്നു നമ്മളിപ്പോൾ വരുന്ന വഴി കണ്ട ആ കണ്ണാടികളെല്ലാം വെച്ചിട്ടുള്ള. അപ്പോൾ ഈ അമ്പലത്തിലെ വിശ്വാസത്തിൻ്റെ ആണ്. അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. ചെറിയൊരു പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഫുള്ള്
കണ്ണാടികളും അതുപോലെ തന്നെ ചുറ്റുപാടാണെങ്കിൽ ഫുള്ള് മലേൻ്റെ ഒരു ചെറിയൊരു ഗ്യാപ്പിലാണ് ഈ ഒരു പ്രതിഷ്ഠ വന്നേക്കണം. പക്ഷേ വിശ്വാസികൾ നിറയെ വന്നൊരു അമ്പലം തന്നെ ആയിരിക്കുള്ളൂ. കാരണം ഇപ്പോൾ നമ്മൾ വരുന്ന അത്ര കണ്ടത് മാത്രമല്ലാണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വരുന്ന വഴിയിൽ, അതായത് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ സൺകോച്ചി എന്ന് പറഞ്ഞ റിവർ തന്നെയാണ്. നമ്മൾ പൊക്കത്തുനിന്ന് കണ്ട കാഴ്ചയാണ്. താഴെ എത്തിയപ്പോഴേക്കും വളരെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴി അപ്പുറത്തെ വഴിയാണ്. ഇപ്പുറത്ത് കൂടി ഇറങ്ങാനായിട്ട് നല്ല താഴ്ചയുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു വെച്ചെങ്കിൽ അടിപൊളിയായിരുന്നു. നടുക്ക് പോയിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:30 കഴിഞ്ഞിട്ടുണ്ട്. 5:30 കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നിട്ടിരിക്കുന്ന വഴിയാണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നേപ്പാളി കറൻസി മൊത്തത്തിൽ തീർന്നിരിക്കണേണ്. ഇന്നുണ്ടായ ഒരു 100 രൂപ നേപ്പാളി കറൻസി ഉണ്ടായ അതിനാണ് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം അപ്പോൾ ഞാൻ ഇതേപോലെ ഏതെങ്കിലും ഇവിടെ ടൂറിസ്റ്റ് പോണ റൂട്ടായതുകൊണ്ടിട്ട് ഏതെങ്കിലും ഇന്ത്യക്കാരെ കാണുകയാണെങ്കിൽ അവരോട് എൻ്റെ ഗൂഗിൾ പേ അവരുടെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വർക്ക് ചെയ്യും. അപ്പോൾ അവരുടെ കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് നേപ്പാളി കറൻസി മേടിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു. അതില്ലെങ്കിൽ കാഠ്മണ്ഡു എത്തണം നമുക്ക് ATM സർവീസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നവഴിക്ക് ഇവിടെ വെച്ചിട്ടൊരു ചേട്ടൻ നമ്മളെ കണ്ടിട്ട് നിർത്തിയായിരുന്നു. ചേട്ടൻ എന്ന് പറഞ്ഞാൽ മുംബൈയിൽ നിന്ന് ഇപ്പോൾ സോളോ ട്രാവലർ തന്നെയാണ്. മുംബൈയിൽ നിന്ന് ഇപ്പോൾ നേപ്പാളിലേക്ക് വന്നേക്കണേണ്. അതുപോലെ തന്നെ ഈ ചേട്ടൻ ഇതിനു മുമ്പും കുറേ യാത്രകളെല്ലാം നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഓരോ യാത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ചേട്ടൻ ഒന്ന് പരിചയപ്പെടാം. ബൈ സബ് നാം Ajit Kamble. Ajit Kamble. Proper in Mumbai. Yeah, I'm from Mumbai and I'm from IT industry. So once in 6 months, I take leave for around 10 days and travel on my bikes. So far I have covered almost all of the India, and now I decided one for international one, and Nepal one was the easiest one. And luckily I got to meet this person. I'm shocked to see that someone is traveling all the way from Kerala to this region. When myself is it's difficult to ride a bike, motor one, and he's traveling on a bicycle. So I really appreciate his efforts. Yeah. അപ്പോൾ നമ്മുടെ കുട്ടൂസനെ കണ്ടിട്ടാണ് എല്ലാവരും കിടുങ്ങിയിരിക്കണം. അപ്പോൾ നാട്ടുകാരാണെങ്കിലും നമ്മളോട് എപ്പോഴും പറയണത് ഈ സൈക്കിളും കൊണ്ട് എങ്ങനെ ഇവിടെ കയറി വന്നതെന്നാണ്. അപ്പോൾ എന്തായാലും
ചേട്ടനൊക്കെ പരിചയപ്പെട്ടതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ യാത്രേനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യണം. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6:30 കഴിഞ്ഞിട്ടുണ്ട്. 6:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേപ്പാൾ തൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിയേക്കണത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ താഴത്തേക്കുള്ള വഴികളാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരുട്ടൊക്കെ ആയാലെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോഴേക്കും ഈ ഹോട്ടലിൽ വന്ന് ചോദിച്ചാണ്. ഇവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. പുറകിലാണെങ്കിലും ഫോറസ്റ്റാണ്. അപ്പോൾ കാണാൻ നല്ല രസമുള്ളതുകൊണ്ടൊരു നമ്മൾ ബാക്കിലായാലും ക്യാമ്പ് ചെയ്യാലെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ ബായ് സാബ് നമ്മളോട് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് തന്നെ ഹോട്ടൽ അടക്കാൻ നേരത്തെ അകത്ത് തന്നെ നിന്നോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബായ് സാബിനെ പരിചയപ്പെടാം. ബായ് സാബ് आपका नाम? मेरा नाम कियोंग तमांग. കിയോങ് തമാങ് എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. ഓ ചോട്ടാ ഭായ്. आपका नाम? कियोंग तमांग. दोनों के सेम नाम है हम. സെയിം നാം. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ സെയിം പേരാണ്. പേര് കേൾക്കാൻ നല്ല രസമുണ്ട്. കിയോങ് തമാങ് എന്നാണ്. അപ്പോൾ എൻ്റെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ വിചാരിക്കണം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ബൈ.